സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഡയറി എഴുതാൻ പേടിയായിരുന്നു. കാര്യം ഡയറി ആയിട്ട് എഴുതുവാണെങ്കിൽ അത് ആരെങ്കിലും കണ്ടാൽ നമ്മുടെ സീക്രട്സ് എല്ലാം അവർ മനസ്സിലാക്കൂലേ. എനിക്ക് ആരെയും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ രഹസ്യങ്ങൾ ആരും അറിയുന്നതും എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ റഫ് നോട്ട്സിനെയാണ് എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിട്ട് തിരഞ്ഞെടുത്തത്. ഒരുപാട് എഴുതി കൂട്ടിയെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ മിസ്സായിപ്പോയി. ഇപ്പോൾ 1-2 നോട്ട്ബുക്സ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കും. ഞാൻ എന്തോരം പൊട്ടത്തരങ്ങളാണ് എഴുതി കൂട്ടിയതെന്ന്, ഞാൻ എന്തോരം പെയിനാണ് അനുഭവിച്ചിട്ടുള്ളതെന്ന്. എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്നെ റിമൈൻഡ് ചെയ്യിക്കുന്നത് ഒക്കെ ഈ നോട്ട്ബുക്സാണ്. ആരെങ്കിലും എൻ്റെ ഈ ബുക്കൊക്കെ എടുത്ത് വായിച്ചിട്ട് അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ സിംബോളിക്കലായിട്ട് എഴുതാൻ തുടങ്ങി. എൻ്റെ എഴുത്തിലെ മരങ്ങളും പൂവുകളും ചില്ലകളും ലില്ലിപ്പൂവും ആമ്പൽപ്പൂവും ഒക്കെ ഓരോ കഥാപാത്രങ്ങളായിരിക്കും എൻ്റെ മനസ്സിൽ. പക്ഷെ അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. അവർ മനസ്സിലാക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടെയല്ല ഞാൻ എഴുതുന്നത്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എഴുത്തൊക്കെ നിന്നുപോയി. മറ്റൊരു ഘട്ടത്തിൽ അത് പിന്നെയും തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഞാൻ ഒളിച്ചു വെച്ച് എഴുതിയെങ്കിൽ ഒരു ഘട്ടത്തിൽ ഞാനത് പബ്ലിക്കാക്കാൻ തുടങ്ങി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് നമ്മളെ തേടി വരും. തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്: സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്.